നിയമവിരുദ്ധമായി നീയൊക്കെ കടത്തിക്കൊണ്ടുവന്ന ഈ സ്പിരിറ്റും നിന്നെയും എല്ലാം അകത്താക്കാൻ ഒരൊറ്റ കോൾ മതി കുട്ടപ്പായിക്ക്. പക്ഷെ കണക്കുകൾ നേർക്ക് നേർ തീർത്തുള്ള പാരമ്പര്യം എനിക്ക്. അയ്യോ, കണ്ടില്ലേ, ഇതൊന്ന് അടുപ്പിച്ചാൽ ഒരുപിടി ചാരവാ നീ. കുട്ടപ്പായി, നിന്റെ ജീവൻ എനിക്ക് വേണ്ട, പക്ഷെ നിന്റെ ഒരു കൈയും കാലും എനിക്ക് വേണം. കുട്ടപ്പായി, താഴെടാ. ഞാനാ പറഞ്ഞത് താഴെടാൻ. ഇവരെയൊക്കെ നേരെ ചുവ നടക്കാൻ വിട്ട ഇനി ഓരോ ഇച്ഛായമാരുടെ നെഞ്ചത്തോട്ട് കയറും. അപ്പോഴേ അപ്പന് മനസ്സിലാവും. നിയമത്തിന് വേണമെങ്കിൽ തേവക്കാട്ട് മാത്തച്ഛനെ വധിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ ഈ അലോഷയെ കസ്റ്റഡി എടുക്കാം, ശിക്ഷിക്കാം. And the same is applicable in your case too. അലോഷയെ വധിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ കുട്ടപ്പായം കസ്റ്റഡി എടുക്കാം. But I feel... ഹലോ. ഓ സാർ, ഇല്ല സാർ, കൺക്ലൂഡ് ചെയ്തിട്ടില്ല. ഒരു ഒത്തുതീർപ്പിന് പരമാവധി ശ്രമിക്കുന്നുണ്ട് ഞങ്ങള്. MLA അടുത്തുണ്ട്. കൊടുക്കണോ സാർ? സാർ കഴിഞ്ഞിട്ട് വിളിക്കാം സാർ. ആ, കേസും വഴക്കൊന്നും കൂടാതെ കോംപ്രമൈസിൽ എത്തിക്കണമെന്നാ ദാ ഇപ്പൊ വിളിച്ചപ്പോഴും ഹോം മിനിസ്റ്റർ പറഞ്ഞത്. അയ്യോ, ഹോം മിനിസ്റ്റർ ആയിരുന്നു. ഛേ, വെച്ച് കളഞ്ഞല്ലോ കളക്ടർ സാറേ. രാവിലെ മിനിസ്റ്റർ വിളിച്ചോ പറഞ്ഞിരുന്നു ഇടക്കിടക്ക് ഇങ്ങനെ വിളിക്കുമെന്ന്. അവന്റെ ഒരു മിനിസ്റ്റർ. പ്ലീസ് മിസ്റ്റർ അവറാച്ചൻ. ക്ഷമിക്കണം സാർ. സി, ഇതിപ്പോ നിങ്ങൾ രണ്ടു കൂട്ടരും തമ്മിലുള്ള പ്രശ്നം മാത്രമല്ല, ശരിക്കും ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നം കൂടിയാണ്. യെസ്, രണ്ടു കൂട്ടർക്കും ഭരണതലത്തിൽ പിടിപാടുണ്ടെന്ന് കരുതി ഇനി ഈ കുടിപ്പക ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ സാധ്യമല്ല. നിങ്ങൾ രണ്ടു കൂട്ടരും തമ്മിൽ ഒരു കോംപ്രമൈസ് തീർച്ചയായും വേണം. ഒന്നുമില്ലേ, ഇത് എന്റെ മണ്ഡലമായി പോയില്ലേ കൊച്ചവസേപ്പിച്ച. ഇനി എനിക്ക് മാനക്കൻ ഉണ്ടാക്കി വെക്കരുത്. മാനം തേവക്കാട്ടുകാർ ജയിപ്പിച്ചു വിട്ട MLA അല്ലേ താൻ അതേ പറയൂ. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് 1.5 കോടി രൂപയുടെ നഷ്ടമാണ് ഈ പന്നൻ ഉണ്ടാക്കി വെച്ചത്. ആദ്യം ആ കാശെടുത്ത് വെച്ചിട്ട് മാപ്പ് പറഞ്ഞു, അല്ലെങ്കിൽ പിന്നെ ഒരു കോംപ്രമൈസും ഇല്ല. 1.5 കോടി എടുത്ത് മേശപ്പുറത്ത് വെക്കാൻ തേവക്കാട്ടുകാര്, പകരം എന്റെ ഇച്ഛ എന്റെ നഷ്ടപ്പെട്ട കാല് തിരിച്ചറിയോ ഈ പന്ന. മിസ്റ്റർ കുട്ടപ്പായ്, പ്ലീസ് കാം ഡൗൺ. അതെ, ക്ഷമിച്ചത് കൊണ്ട് തന്നെ. ഈ ഇരിക്കുന്ന അപ്പനും ഇച്ഛായന്മാരും തറഞ്ഞില്ലായിരുന്നെങ്കിൽ തല്ലി ഒടിച്ച് ദൂരെ എറിഞ്ഞേനെ. ഇവന്റെ ഒരു കൈയും കാലും ഈ കുട്ടപ്പായി. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നിന്റെ അപ്പനെ ഇച്ഛായന്മാരെ നിന്റെ കൺമുമ്പിൽ വെച്ച് എന്നെ കത്തിക്കോളാം. കത്തിക്കോളാം നീ. വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കാൻ പറയണേ സാർ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കും. അതേടാ, ഇനി പ്രയോഗം വാക്കുകൾ കൊണ്ടല്ല, നീയൊക്കെ അനുഭവിക്കാൻ പോന്നേ ഉള്ളൂ. ഈ ചർച്ച നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം കളക്ടർ സാറേ. രണ്ടിലൊരു കൂട്ടർ തീരാതെ ഈ പ്രശ്നോട്ട് തീരാനും പോകുന്നില്ല. എങ്കിൽ അതാ നല്ലത്. അങ്ങ് വിളിച്ചത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടെ വരെ വന്നത്. എന്നോ നടന്നൊരു പഴങ്കഥയുടെ പേരിൽ പലതും ഞങ്ങൾ ക്ഷമിച്ചു. എന്റെ മോന്റെ കാലൊന്ന് പോയിട്ട് പോലും ഇപ്പോഴും ഞാൻ അങ്ങേക്ക് വാക്ക് തരുന്നു, ഇനി ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും സംഭവിക്കില്ല. പക്ഷേ ഇങ്ങോട്ട് ഇവരിനി ഒരു തെറി മനസ്സിൽ നുള്ളിയിട്ടാൽ ഈ തേവക്കാട്ട് അവറാച്ചന്റെ മറ്റൊരു മുഖം കൂടി ഇവർക്ക് കാണേണ്ടി വരും. വാടാ മക്കളെ. ഇനി അവരുടെ ഭാഗത്തുനിന്ന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് ഉറപ്പായി. അതെ, നിങ്ങൾ ഒരു വാക്ക് തരണം, തന്നേ ഒക്കൂ. ചേച്ചിമേ, അവരെത്തി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിനക്ക് ക്ഷീണം ഒന്നുമില്ല, പഴയതുപോലെ തന്നെ. മക്കളെ കൂടെ കൊണ്ടുവരാറുന്നില്ലേ? അവര് വെക്കേഷന് ഇച്ചായും വന്നിങ്ങ് കൊണ്ടുവന്നോളൂ. ഡോക്ടർ ചേട്ടന്റെ മുഖത്ത് ഇപ്പഴാണ് തെളിച്ചു വീണത്. ഹീറോന്റെ മേബിൾ, യാത്രയൊക്കെ സുഖായിരുന്നില്ലേ? നീ വെറുതെ വാച പഠിച്ചു നിൽക്കാതെ അയ്യോടാ, എന്നാ അനുസരണ.
വേണ്ട കുഞ്ഞെ ഞാൻ വേണ്ട അവളൊന്ന് എടുത്ത് പഠിക്കട്ടെ കൊണ്ടുപോടി ആ നടക്കുമ്പോ ആദ്യം കുറച്ചു ദിവസമൊക്കെ നല്ല വേദനയുണ്ടായിരുന്നു. ഇപ്പോ അതങ്ങ് ശീലമായി പോയി. എല്ലാം ഫേറ്റ് എന്നല്ലാതെ എന്താ പറയാ. ഞാൻ അപ്പനോട് സൂചിപ്പിച്ച കാര്യത്തിന് ഇപ്പൊ ഒരു തീരുമാനം എടുക്കണം. എന്നാ ചേച്ചമ്മ? നിന്റെ കല്യാണക്കാര്യം തന്നെയാണ്. ഓ അതിപ്പോ തീരുമാനിക്കാൻ എന്നാ, ഉടനെ അങ്ങ് നടത്തുക തന്നെ. അതെ. എന്റെ കാര്യത്തിന് മുമ്പ് ആദ്യം ഈ കാന്താരിയുടെയും ടോണിയുടെയും കല്യാണം നടക്കട്ടെ. ഓ, ജീവിതത്തിൽ ആദ്യമായി അവിടെ മുഖത്തൊരു ചമ്മലും നാണവും ഒക്കെ വന്നു. ദൈവാധീനം. ഇവൻ ഈ പറയുന്നൊന്നും അപ്പം കാര്യമാക്കണ്ട. നടത്തുമ്പോ രണ്ടും കൂടെ ഒരുമിച്ച് നടത്തുന്നത് തന്നെയാ നല്ലത്. അതന്നെ. അല്ലെ റാണിമോള് കല്യാണം കഴിഞ്ഞ് പോയാ പിന്നെ 8ാം ക്ലാസ് തൊട്ട് എന്റെ മേരി കുഞ്ഞിനെ ട്യൂഷൻ എടുക്കാനെന്നും പറഞ്ഞ് ഇവൻ റബേക്ക ടീച്ചറെ വീണ്ടും വിളിച്ചു വരുത്തും. ആ അപ്പൊ അമ്മച്ചിയുടെ ഓർമ്മ ദിവസം എടുത്തു വരില്ലേ? ശരിയാ, അന്ന് തന്നെ നടന്നതാ അതിന്റെ ഒരു ഭംഗി. അങ്ങനെയാണെങ്കിൽ മനസ്സമ്മതം ഉടനെ നടത്തിയ ചരമനെന്ന് ചീട്ട് വാങ്ങി 3 കൂട്ടി വിളിച്ചു വലിയ അങ്ങ് നടത്താം. ആ എങ്കിൽ ഉടനെ തന്നെ മനസ്സമ്മതത്തിന് തീയതി ഉറപ്പിക്കാം. ചേർന്ന് നിൽക്കൂ. ജോസഫ് എബ്രഹാം, ഈ നിൽക്കുന്ന റബേക്കയെ മറ്റുള്ളവരുടെ പ്രേരണയോ സമ്മർദ്ദമോ കൂടാതെ ക്രിസ്തുവിന്റെ നാമത്തിൽ തന്റെ ജീവിത പങ്കാളിയെ സ്വീകരിക്കുവാൻ സമ്മതമാണോ? അയ്യോ, പൂർണ്ണ സമ്മതമല്ലേ. അവന്റെ അവളുടെ മനസമ്മതമൊക്കെ നടന്നോട്ടെ. നമുക്ക് പരിപൂർണ സമ്മതമാ. ഇതുപോലെ നമ്മുടെ കൊച്ചമ്മണിയുടെ മനസമ്മതവും കഴിഞ്ഞതല്ലേ അല്ലേടാ ആൻഡ്രൂസേ? അതെ, അറിഞ്ഞുകൊണ്ട് ദൈവം തമ്പുരാൻ കൊണ്ടുവന്ന് തന്നിരിക്കുന്ന ഒരു അവസരമാണിത്. ഇതിലൊരു കളി നമുക്ക് കളിക്കണം. പിന്നീട് ഒരിക്കലും തേവക്കാട്ടുകാർക്ക് തലപൊക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒടുക്കത്തെ ഒരു കളി. എന്നെ കൊണ്ടാവുന്ന രീതി കേസെല്ലാം ഞാൻ ഒതുക്കിക്കോളാം. പക്ഷെ ഇനിയുള്ള കളികള് സൂക്ഷിച്ചായിരിക്കണം. അല്ല, അവരുടെ ഭാഗത്തു നിന്ന് ഇനി കുഴപ്പമൊന്നും ഉണ്ടാകില്ലെന്ന് ഉറപ്പുന്ന സ്ഥിതിക്ക് നമ്മളായിട്ടൊരു... എന്താ, തനിക്ക് പേടി തോന്നുന്നുണ്ടോ? ഏയ്, പേടിയുണ്ടായിട്ടൊന്നുമല്ല. തടി കൂടിയത് കൊണ്ട് പഴയതുപോലെ ഓടാൻ പറ്റില്ല, അതുകൊണ്ടാ. അവര് ഞങ്ങളെ ഒരു പുല്ലും ചെയ്യലിടോ. പക്ഷെ ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് താൻ കണ്ടോ? അതോടെ സർവ്വ കണക്കും തീരും. പിന്നെ തേവക്കാട്ട് ചോദിക്കാനും പറയാനും ആരും ഉണ്ടാവില്ല. നാട് മുഴുവൻ അവര് കല്യാണം വിളിക്കട്ടെ. തേവക്കാട്ട് മുറ്റത്ത് കല്യാണപ്പന്തൽ ഉയരട്ടെ. കല്യാണ വീട് ആഹ്ലാദത്തിന്റെ ഉച്ചകോടി വരെ എത്തട്ടെ. പക്ഷേ എന്റെ കൊച്ചമ്മണിയെ ഈ അവസ്ഥയിലാക്കിയവന്മാരുടെ തറവാട്ടിന്ന് ഒരു വെങ്കൊച്ചും മിന്നുകെട്ടി കെട്ടിയവന്റെ കൈപിടിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങി